Regional profiles of agrarian society and nature of stratification in North India, 16th and 13th century AD, chapter 12. The question briefly discuss the issue of land ownership during 16th to 13th century, or in which ways did the state own land. So here we are going to discussing about land ownership. The subject of land ownership in early India has often been debated, with some historians arguing for royal ownership of land, others for individuals or private ownership, yet others for communal ownerships. For each of these positions, it is possible to find a clear-cut evidence in the sources. For instance, one may refer to Huang Sang, the testimony for early medieval India, to argue that the state in India was held at this time virtually, if not legally, to be owner of the soil. The topic of land ownership in ancient India has sparked ongoing discussion among historians. ലാൻഡ് ഓണർഷിപ്പിനെ കുറിച്ചുള്ള വലിയ തോതിലുള്ള ചർച്ചകൾ ഇന്ത്യയിലെ ചരിത്രകാരന്മാർക്കിടയിൽ നടക്കുകയുണ്ടായി. പ്രാചീന ഇന്ത്യയിൽ എപ്രകാരമായിരുന്നു ലാൻഡ് ഓണർഷിപ്പ് എന്നത്? സം പ്രപ്പോസസ്, ചില ചരിത്രകാരന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ലാൻഡ് വാസ് ഓൺ ബൈ മൊണാർക്കി എന്നായിരുന്നു. രാജാധികാരത്തിൻ്റെ കീഴിൽ തന്നെയായിരുന്നു ഭൂമി എന്നത്. വൈൽ അതർ അഡ്വക്കേറ്റ്സ് ഫോർ പ്രൈവറ്റ് ഓർ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ്. എന്നാൽ ചിലർ മുന്നോട്ട് വെച്ച ആശയം വ്യക്തികേന്ദ്രികം അല്ലെങ്കിൽ സ്വകാര്യമായിരുന്നു ഭൂമിയുടെ അവകാശമെന്നാണ്. അഡീഷണലി ദർ ആർ വ്യൂ പോയിൻറ്റ്സ് സജസ്റ്റിംഗ് കമ്മ്യൂണൽ ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ്. സാമുദായികമായിട്ടുള്ള ഉടമസ്ഥാവകാശം ഭൂമിക്ക് മുകളിൽ ഉണ്ടായിരുന്നു എന്നും ചില കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. For each of these positions, it's possible to find out clear-cut evidence in the sources. അപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിലേതെല്ലാം ആശയങ്ങൾ വ്യക്തമാണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ മുന്നോട്ട് വെച്ച 3 ആശയങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. For instance, one may refer to Huang Sang, the 7th century AD testimony for early medieval India, to argue that the state in India was held at this time virtually, if not legally, to be owner of the soil. Huang Sang-ൻ്റെ ടെസ്റ്റിമണി 7ാം നൂറ്റാണ്ടിൽ മധ്യ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഭൂമിയുടെ പൂർണ്ണമായ അവകാശം സ്റ്റേറ്റ് നിക്ഷിപ്തമാണ്, നിയമപരമല്ല എങ്കിൽ പ്രത്യക്ഷത്തിൽ എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ഈക്വലി പോസിബിൾ ടു കണ്ടസ്റ്റ് ദ ട്രൂത്ത് ഓഫ് ഈച്ച് സച്ച് എവിഡൻസ് ടു അസോർട്ട്. ഫോർ ഇൻസ്റ്റൻസ്, Huang Sang did not judge the situation correctly in India, having been misled by the Chinese background. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശം എത്രത്തോളം സത്യസന്ധമാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ചൈനീസ് പശ്ചാത്തലം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടാവും എന്ന് പരാമർശിക്കുന്നുണ്ട്. However, this confusion of evidence and thus interpretation is not insoluble. It is not correct to ask whether the state or the individual or group own land, because in fact both own land concurrently but differently. As explained P.V. Kane in his monumental work History of Dharmashastra, the state was deemed to be owner of all land as the general proposition. But the individuals and groups that had cultivated land in their possession were regarded principally as owners. Therefore, the subject of the liability to pay land tax and the right of the state to sell land for non-payment of the tax. Yet, there an ambiguity of available evidence and subsequent interpretations not without resolution.
ലഭ്യമായ തെളിവുകളിൽ സംശയങ്ങൾ നിലനിൽക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് അത് കൃത്യമായി വ്യാഖ്യാനിക്കുന്നതിന് പരിമിതികളുണ്ട്. The question whether land was owned by the state or individual, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഭൂമിയുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം വ്യക്തികേന്ദ്രീകൃതമായിരുന്നോ സാമുദായികമായിരുന്നോ, അതല്ല എൻറ്റയർലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലായിരുന്നോ എന്നാണ് ചോദ്യം. PV കേനി അദ്ദേഹത്തിൻ്റെ മോണമെൻ്റൽ വർക്കായിട്ടുള്ള ഹിസ്റ്റോറി ഓഫ് ദ ധർമ്മശാസ്ത്ര എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് സ്റ്റേറ്റ് വാസ് ഡീംഡ് ടു ബി ദ ഓണർ ഓഫ് ഓൾ ലാൻഡ് ആസ് ജനറൽ പ്രൊപ്പോസിഷൻ എന്നാണ്. പരമാധികാരം സ്റ്റേറ്റിന് തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ്. എന്നാൽ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് അവരുടെ കൈവശമുള്ള ഭൂമി കൾട്ടിവേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നും അതിനാൽ ആ ഭൂമിയുടെ അവകാശം വ്യക്തികേന്ദ്രീകൃതമായിരുന്നു എങ്കിലും അവ രാജ്യത്തിന് ഭൂമിയുടെ നികുതി അടയ്ക്കപ്പെടുന്നുണ്ട് എന്നും പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇറ്റ് വാസ് ദസ് ദ കേസ് ഓഫ് കോ എക്സ്റ്റെൻസീവ് റൈറ്റ്. In fact, before Caney's magisterial survey of the question, this had been realized by long line of distinguished scholars like Wilkes, Jobius, Elphinstone, Patton, Camille, and Wilson. We have put a word "owned," the inverted commas above, because of particularity or peculiarity of the concept of property in early India, whereby all kinds of rights in India in land could be recognized in the different context as the constituting property, even the rights of sub-mortgages. അപ്പോൾ കേനി മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ മജിസ്റ്റീരിയൽ ആയിട്ടുള്ള ഈ ഒരു സർവേയുടെ വിശ്വാസ്യതയെ പല സ്കോളേഴ്സും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസിദ്ധരായിട്ടുള്ള ഹിസ്റ്റോറിയൻസ് വിൽക്സ്, ഡൊബിയസ്, എൽഫിൻസ്റ്റോൺ, പാറ്റൺ തുടങ്ങിയവരെല്ലാം. ദ ഓൺഡ് എന്നാണ് പറയുന്നത്. ഭൂമി ഓൺഡാണ്, ലാൻഡ് ഓൺഡ് സ്വന്തമാണ് എന്ന് പറയുന്നു. ഈ ഓൺഡ് എന്നുള്ള വേർഡ് ഒരു പ്രോപ്പർട്ടി, ഏർലി ഇന്ത്യയിൽ ഒരു പ്രോപ്പർട്ടി എന്നുള്ള കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കി, ഭൂസ്വത്ത് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി നോട്ട് ചെയ്യപ്പെട്ടതാണ്. സോ whereby all kinds of right in land could be recognized different context as constituting property. ഭൂമിയുടെ മുഴുവൻ അവകാശവും എന്തായിരിക്കും? ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഓൺഡാണ് എന്നാണ് പറയുന്നത്. അത് എന്തു തന്നെ ചെയ്യാനുള്ളതും, ഭൂമി എന്തു തന്നെ ചെയ്യാനുള്ള അവകാശവും എന്ന. ദസ് ലാൻഡ് കുഡ് ബി സീൻ ആസ് വേരിയസ്ലി ആസ് സത്വ ഓഫ് ദ കിങ്, ഇൻഡിവിജ്വൽ ഓർ ദ ലേറ്റർ ടെനന്റ് ഫാമേഴ്സ്, സോ ഓൺ. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് പല തരത്തിലാണ്, പല തരത്തിലുള്ള ഉടമസ്ഥാവകാശങ്ങൾ പല പ്രദേശങ്ങളെ അടിസ്ഥാനമായിക്കൊണ്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കിങ്ങിൽ നിക്ഷിപ്തമാണ്, ഇൻഡിവിജ്വൽസിൽ നിക്ഷിപ്തമാണ്, ചിലപ്പോൾ ടെനന്റ് ഫാമേഴ്സിൽ നിക്ഷിപ്തമാണ്. Failure to recognize these peculiarities of the usage has probably been other main reason for the above mentioned debate on ownership, apart from non-appreciation of concurrence of rights. ഇതൊരു സംവാദ വിഷയമാണ്. ഇതിൻ്റെ ഒരു പെക്യൂലിയാരിറ്റി, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിയാത്തിടത്തോളം ഇതൊരു സംവാദ വിഷയമായി തന്നെ നിലനിൽക്കപ്പെടുന്നു എന്നുള്ളതാണ്. പൂർണ്ണാധികാരം എന്ന് പറയുന്ന ആർക്ക് നിക്ഷിപ്തമാണ്, അത് എന്ത് ചെയ്യുന്നതിന് നിക്ഷിപ്തമാണ് എന്നെല്ലാമാണ്. രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, പ്രഭുക്കന്മാരുടെ ഉടമസ്ഥതയിലുള്ളതാണ്, എന്നാൽ അത് കർഷകൻ്റെയും ഉടമസ്ഥതയിലുള്ളതാണ്. അവൻ കൃഷി ചെയ്യാൻ വേണ്ടി അവൻ ഉപയോഗിക്കപ്പെടുന്ന ഭൂമിയാണ്. എന്നാൽ അത് പിന്നീട് ആരാണോ ആ ഭൂമി, ചിലപ്പോഴത് കർഷകന് കൃഷി ചെയ്യാൻ വേണ്ടി നൽകപ്പെട്ടതായിരിക്കും. എന്നാൽ രാജാവ് ആവശ്യപ്പെടുന്ന സമയത്ത് ആ ഭൂമി തരം മാറ്റുകയോ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുമുള്ള സാധ്യതകളും ഈ ഭൂമിക്കുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഓണർഷിപ്പ് അതിന് മുകളിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കുന്നത്. Among these multiple owners, nonetheless, one has clearly understood to the owner of overriding rights. ഈ ഓണർ എന്നുള്ള മൾട്ടിപ്പിൾ മീനിങ് ആണ് ഇതിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണർ എന്നുള്ളതിന് ഓവർ റൈഡിങ് റൈറ്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. Caney puts the individuals and a group had a cultivated land in their possession
that is, peasant mass and landlord, who were regarded principally as owners. They held the title Agma, literally lawful acquisition to their land, to came to be called Mulasavamins, as a distinct from another Savamins or Bhumikas, those who the Bhumi or the land belonged to. It was these people who were liable to pay revenue on the land, decided the mode of its cultivation, could give the whole or the part of it. The old children could inherit it as an incidence. The law incidence means privileges, the burden, right to associate the piece of the property. അപ്പോൾ മൾട്ടിപ്പിൾ ഓണേഴ്സ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇവരുടെ റൈറ്റ്സ് എന്നാണ്. ഇൻഡിവിജ്വലിനോ വ്യക്തി കേന്ദ്രീകൃതമോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ചേർന്ന് കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു അവരുടെ ഭൂമിയിലെങ്കിൽ ദ പൊസഷൻ, ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശി അവൻ തന്നെയാണ്. അത് അതിനർത്ഥം എന്ന് പറയുന്നത് പെസൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കൂട്ടം പെസൻസ് ആവാം, അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ് ആവാന്ന്. ഹൂ വേർ കാൾഡ്, അവരെ റിഗാർഡ്, അവരെ പ്രിൻസിപ്പലി ഓണേഴ്സ്, പ്രാഥമിക ഉടമസ്ഥർ എന്ന രീതിയിൽ അവരെ കാണുന്നു. They held the title to their land. It came to be called Mulasavimins. The distinct from the other Savamins, the Bhumiga. എന്നാൽ ഇവർ മറ്റ് ഭൂമികാസിൽ നിന്ന് അല്ലെങ്കിൽ സവാമിൻസിൽ നിന്ന് വ്യത്യസ്തരാണ്. Those whom Bhumi land belonged to. It was these people who were liable to pay revenue on the land, decide a mode of its cultivation. ഈ ഭൂമി സ്വന്തമായിട്ടുള്ളവർക്ക് ഏത് തരത്തിലുള്ള കൾട്ടിവേഷൻ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്ക് എടുക്കുകയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവർക്കതെന്ത് ചെയ്യാം, അവരുടെ ഇൻഹെറിറ്റ് ആയിട്ടുള്ള അടുത്ത തലമുറയ്ക്ക് ഈ അവകാശം കൈമാറ്റം ചെയ്യാനും സാധിക്കുന്നതാണ്. ദ ബേർഡൻ ഓഫ് ദ റൈറ്റ് അസോസിയേറ്റ് എ പീസ് ഓഫ് പ്രോപ്പർട്ടി. This ownership of the land of subject is not negated by the terms like Bhupati, Lord of the earth, Busavin, the owner of the land for the king. These terms referred a distinct claim of the state. These claims did not infringe the right of the landowners of the realm, making them tenant at will. Just as the other set terms of the king, such as Narapati, Lord of men, did not take away the freedom of the subject, making them slaves. The idea of subject of owning the land is not contradictory by the titles such as Bhupati. ഇനി ഭൂപതി എന്ന് പറയുന്ന ലോർഡ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അതും നമ്മൾക്ക് ലാൻഡിൻ്റെ ഓണർഷിപ്പ് ഉള്ള ആളുകളെ തന്നെയാണ് ഇതും സൂചിപ്പിക്കുന്നത്. അതും നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഭൂസ്വാമിൻസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഭൂസ്വാമി എന്ന് പറഞ്ഞാൽ ഓണർ ഓഫ് ദ ലാൻഡ് എന്ന് തന്നെയാണ് ഭൂപതി എന്ന് പറഞ്ഞാലും. സാധാരണ ഈ പദം ആരെയാണ് ഉപയോഗിക്കുക? യൂസ്ഡ് ഫോർ ദ കിങ്. ഇത് രാജാവിന് ഉപയോഗിക്കുന്ന പദമാണ്. സോ ദീസ് ടൈറ്റിൽ ഡിനോട്ട് സ്പെസിഫിക് ക്ലെയിം ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ രാജാവിന് എന്തുണ്ട്? തൻ്റെ രാജ്യത്തിൻ്റെ മുകളിൽ പ്രത്യേകമായ അധികാരമുണ്ട്. അദ്ദേഹത്തിനും ഈ ലാൻഡിൻ്റെ മുകളിൽ ഓണർഷിപ്പ് ഉണ്ട്. ദീസ് ക്ലെയിം ഡിഡ് നോട്ട് അണ്ടർമൈൻ ദ റൈറ്റ് ഓഫ് ലാൻഡ് ഓണേഴ്സ് വിത്തിൻ ദ കിങ്ഡം. എന്നാൽ ഭൂ ഉടമസ്ഥരുടെ അവകാശങ്ങളെ തീർത്തും കുറയ്ക്കുന്നുമില്ല. അവർക്കും അവരുടെ ഭൂമിയുടെ മുകളിൽ എന്തുണ്ട്? അവകാശങ്ങളുണ്ട്. ടെനൻസിനും അവരുടെ റൈറ്റുകളുണ്ട് എന്നുള്ള. സിമിലർലി അനലോഗി ദ ടേംസ് കിങ് ലൈക്ക് നരപതി, ദ ലോർഡ് ഓഫ് മെൻ. ഇതുപോലുള്ള മറ്റൊരു പദമാണ് രാജാവിനെ നരപതി എന്ന് വിളിക്കുന്നത്, ലോർഡ് ഓഫ് മെൻ എന്ന് വിളിക്കുന്നത്. ഡിഡ് നോട്ട് ഡിമിനിഷ് ദ ഫ്രീഡം ഓഫ് ദ സബ്ജക്ട്സ്, നോട്ട് ഡിഡ് ദേ റെഡ്യൂസ് ദം ടു സ്റ്റാറ്റസ് ഓഫ് ദ സ്ലേവ്സ്. എല്ലാ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രഭുവാണ് അദ്ദേഹം. അവകാശമുണ്ട് മറ്റുള്ളവർക്ക് മുകളിൽ. എന്നാൽ അവരെ സ്ലേവ്സ്, അടിമകളാക്കി നിലനിർത്തുന്നൊന്നുമില്ല. അതായത് ഇത്തരത്തിലുള്ള ഒരു ക്ലെയിം, ഒരു ഓണർഷിപ്പാണ് കിങ്ങിന് തൻ്റെ ലാൻഡിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓണർഷിപ്പായിരുന്നു ഈ പറയുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ, ആൻഷ്യൻ്റ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത് 6th to 13th century വരെ.